നമസ്കാരം. ജൂൺ 1 ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും NDA വീണ്ടും മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുമെന്നാണ് പ്രവചിച്ചത്. സി ന്യൂസിൻ്റെ ഫലം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഇതാദ്യമായി AI നിർമ്മിത ബുദ്ധി എക്സിറ്റ് പോളാണ് സി ന്യൂസ് നടത്തിയത് എന്നാണ് വിവരം. ഡേറ്റ ശേഖരണത്തിനും വിശകലനത്തിനും AI സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്. 10 കോടി ആളുകളുടെ അഭിപ്രായം എടുത്തെന്നാണ് സി ന്യൂസിൻ്റെ അവകാശവാദം. ജൂൺ 1 ആദ്യ പ്രവചനത്തിൽ ഉള്ളതിനേക്കാൾ NDAക്ക് 78 സീറ്റ് വരെ കുറയുമെന്ന് കഴിഞ്ഞ ദിവസം ചാനൽ പുറത്തുവിട്ട രണ്ടാമത് AI എക്സിറ്റ് പോളിൽ പറയുന്നു. ഇന്ത്യ സഖ്യത്തിന് 43 സീറ്റ് വരെ കൂടുമെന്നാണ് സി ന്യൂസിൻ്റെ AI പ്രവചനം. സി ന്യൂസ് എക്സിറ്റ് പോൾ പുതിയ ഫലപ്രകാരം NDA 305 മുതൽ 315 സീറ്റ് വരെ നേടാം. ഇന്ത്യ സഖ്യത്തിന് 180 മുതൽ 195 സീറ്റ് വരെയും മറ്റുള്ളവർക്ക് 52 സീറ്റും. NDA മൂന്നാം വട്ടവും അധികാരത്തിൽ ഏറുമെന്ന് തന്നെ സി ന്യൂസിൻ്റെ AI റിപ്പോർട്ടിലും പറയുന്നുണ്ട്. എന്നാൽ മഹാരാഷ്ട്ര, ബീഹാർ, UP, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം നിർണായക സ്വാധീനം ചെലുത്തുമെന്നും എക്സിറ്റ് പോൾ ഫലത്തിൽ പ്രവചിക്കുന്നു. ഒന്നാം പ്രവചനത്തിൽ NDAക്ക് 353 മുതൽ 383 സീറ്റ് വരെയാണ് പ്രവചിച്ചിരുന്നത് എങ്കിൽ രണ്ടാമത്തേതിൽ 305 മുതൽ 315 വരെയായി കുറഞ്ഞു. ഇന്ത്യ സഖ്യത്തിന് നേരത്തെ സി ന്യൂസ് പ്രവചിച്ചത് 152 മുതൽ 182 സീറ്റായിരുന്നു. ഇത് 180 മുതൽ 195 ആയി പുതിയ എക്സിറ്റ് പോളിൽ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പരമാവധി 52 സീറ്റുകൾ ലഭിക്കുമെന്നാണ് പുതിയ പ്രവചനത്തിൽ പറയുന്നത്. നേരത്തെ 4 മുതൽ 12 വരെ എന്നായിരുന്നു പറഞ്ഞത്. ശനിയാഴ്ചയാണ് ആദ്യ എക്സിറ്റ് പോൾ സി ന്യൂസ് പുറത്തുവിട്ടത്. ഇന്നലെ AI എക്സിറ്റ് പോളും പ്രസിദ്ധീകരിച്ചു. ഇതനുസരിച്ച് ഉത്തർപ്രദേശിൽ NDAക്ക് 52 മുതൽ 58 സീറ്റും ഇന്ത്യ സഖ്യത്തിന് 22 മുതൽ 26 സീറ്റും ലഭിക്കുമെന്ന് പറയുന്നു. UP ഇന്ത്യ സഖ്യം നേട്ടമുണ്ടാക്കും. AI എക്സിറ്റ് പോൾ പ്രകാരം UP 80 ലോക്സഭാ സീറ്റുകളിൽ 22 മുതൽ 26 വരെ ഇന്ത്യ സഖ്യം നേടും. NDA 52 മുതൽ 58 വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങും. മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റ് ലഭിക്കുമെന്നും സർവേ ഫലം പറയുന്നു. 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UP NDAക്ക് അടിത്തറ നഷ്ടപ്പെടുമെന്നാണ് ചാനലിൻ്റെ പ്രവചനം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA 64 സീറ്റ് നേടിയപ്പോൾ SP 5 സീറ്റും കോൺഗ്രസിന് ഒരെണ്ണവുമാണ് ലഭിച്ചത്. BSP 10 സീറ്റുകൾ നേടിയിരുന്നു. ഡൽഹിയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. ഡൽഹിയിൽ ആകെയുള്ള 7 ലോക്സഭാ സീറ്റിൽ 3 മുതൽ 5 സീറ്റ് ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് സി ന്യൂസ് AI എക്സിറ്റ് പോൾ പറയുന്നത്. കഴിഞ്ഞ തവണ 7 തൂത്തുവാരിയ BJP ഇത്തവണ 2 മുതൽ 4 സീറ്റിൽ ഒതുങ്ങിയേക്കുമെന്നും ചാനൽ പറയുന്നു. ബീഹാറിൽ കടുത്ത പോരാട്ടം നടക്കുമെന്ന് പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ 40 ലോക്സഭാ സീറ്റുകളിൽ 39 എണ്ണവും NDA നേടിയിരുന്നു. 40 സീറ്റിൽ NDAയും ഇന്ത്യ സഖ്യവും 15 മുതൽ 25 സീറ്റിൽ വരെ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് വൻ നേട്ടമാണ് സി ന്യൂസ് പ്രവചിക്കുന്നത്. എക്സിറ്റ് പോൾ പ്രകാരം മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിൽ 26 മുതൽ 34 സീറ്റുകൾ NDAയ്ക്കും ഇന്ത്യ സഖ്യത്തിന് 15 മുതൽ 21 സീറ്റുകളും കിട്ടിയേക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ NDA 48-ൽ 41 നേടിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPAക്ക് 5 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. മജ്ലിസ് പാർട്ടി ഒരു സീറ്റിലും മറ്റൊരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ജയിക്കുകയായിരുന്നു. ഹരിയാനയിലും രാജസ്ഥാനിലുമൊക്കെ BJPക്ക് സീറ്റ് കുറയുമെന്ന് പറയുന്നു. ആകെയുള്ള 10 സീറ്റിൽ ഹരിയാനയിൽ 3 മുതൽ 5 സീറ്റ് വരെ NDAക്ക് കിട്ടും. അതേസമയം ഇന്ത്യ സഖ്യം 5 മുതൽ 7 സീറ്റുകൾ വരെ നേടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ച രാജസ്ഥാനിൽ സി ന്യൂസ് AI എക്സിറ്റ് പോൾ പ്രകാരം NDA 15 മുതൽ 19 സീറ്റുകളും ഇന്ത്യ സഖ്യം 6 മുതൽ 10 സീറ്റുകളും നേടുമെന്നും പ്രവചിക്കുന്നു. ബംഗാളിൽ NDAക്ക് 24 സീറ്റ് വരെ പ്രവചനമുണ്ട്. 20 മുതൽ 24 സീറ്റ് വരെ നേടുമെന്നാണ് സി ന്യൂസ് AI ഫലം പറയുന്നത്. തൃണമൂലിന് 16 മുതൽ 22 സീറ്റുകളും പ്രവചിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് ഒരു സീറ്റ് ലഭിച്ചേക്കും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ NDA 18 മുതൽ 22 സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യം 2 മുതൽ 4 സീറ്റുകൾ വരെ നേടുമെന്നുമാണ് സി ന്യൂസിൻ്റെ പുതിയ AI തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്.